അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഒരു ദിവസം പഠിക്കുന്നതിലൂടെ പുതിയ ഒരറിവ് നമുക്ക് നേടാം എന്ന വിഷയത്തിൽ ഒരു ഹദീസാണ് ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്നത്. وعن أبي موسى رضي الله عنه قال قال رسول الله صلى الله عليه وسلم المؤمن للمؤمن كالبنيان يشد بعضه بعضا وشبك بين أصابعه. അബൂ മൂസ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്. ഖാല, അവർ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുന്യാൻ. ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റൊരു മുഅ്മിനായ മനുഷ്യന് കൽ ബുന്യാൻ, ഒരു കെട്ടിടം പോലെയാണ്. ഒരു മുഅ്മിന് മറ്റൊരു മുഅ്മിനായ മനുഷ്യന് ഒരു കെട്ടിടം പോലെയാണ് എന്ന് പറയുമ്പോൾ, ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റൊരു മുഅ്മിനായ മനുഷ്യനിക്ക് പരിപൂർണമായ സഹായം ഉണ്ടാവണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. വളരെ ശക്തിയായ കൽപ്പനയാണ്. ഏതുപോലെ? ഹദീസിന്റെ ബാക്കി പറയുന്നത് യസുദ്ദു ബഅ്ദുഹു ബഅ്ദ, ഒരു കെട്ടിടത്തിന്റെ ചില ഭാഗം മറ്റു ഭാഗത്തിന് ശക്തി നൽകുന്നു. എന്നിട്ട് വശബ്ബക ബൈന അസാബിഹി, അതിനെ ഒന്നുകൂടി അടുപ്പിക്കുന്നതിന് വേണ്ടി, ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയ്യിന്റെ വിരലുകൾ പരസ്പരം കോർത്തു പിടിച്ചു എന്നാണ്. അപ്പം മുസ്ലിമീങ്ങളായ ആളുകൾ പരസ്പര സ്നേഹത്തോട്, ഐക്യത്തോട്, ഒരുമയോടെ ഒരു കെട്ടിടം പോലെ പ്രവർത്തിക്കണം എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. കെട്ടിടം എങ്ങനെ പ്രവർത്തിക്കുന്നു? കെട്ടിടത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് കേടുപറ്റിയാൽ, അതിന്റെ ഒരു തൂണ് ഇളകിയാൽ അത് ആ കെട്ടിടത്തിനെ ഒട്ടാകെ ബാധിക്കുന്നതാണ്. അതേ പ്രകാരമായിരിക്കണം ഒരു മുസ്ലിമായ മനുഷ്യന് ഒരു പ്രയാസം നേരിടുമ്പോൾ ആ പ്രയാസം എല്ലാവരുടെയും പ്രയാസമായി കാണണം എന്നാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും ഒരാളെയല്ല പഠിപ്പിക്കുന്നത്, മുഴുവൻ മുസ്ലിങ്ങളെയും ആണ് പഠിപ്പിക്കുന്നത്. എന്ത്? പരസ്പര സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും പരസ്പര സഹായത്തിലും ഒരു കെട്ടിടം എങ്ങനെയാണോ പരസ്പരം ബന്ധിച്ചു നിൽക്കുന്നത്, അതുപോലെ ബന്ധിച്ചു നിൽക്കണം എന്നാണ് ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഐക്യത്തോടെ, ഒരുമയോടെ മുന്നോട്ട് പോകാൻ എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എല്ലാതരം ഭിന്നിപ്പുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി മുസ്ലിങ്ങളുടെയും മുസ്ലിം രാഷ്ട്രങ്ങളുടെയും ഇടയിൽ അല്ലാഹു ഒരുമ പ്രദാനം ചെയ്യട്ടെ. അതിന് പുറമെ നാം ജീവിക്കുന്ന നമ്മുടെ രാജ്യത്ത് തന്നെ ഐക്യം അല്ലാഹു നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.